ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊന്നൊരു അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ട കറികൾ നോക്കാം. ആദ്യം നല്ല സവോള കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ, അതിൻ്റെ മൂക്കെന്നാണ് ഞങ്ങൾ പാലക്കാട് ഭാഷയിൽ പറയാം. ഈ മൂക്കിന് ചെത്തി കളഞ്ഞ ശേഷം ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഉണ്ടോ, സവോള അരിയുമ്പോൾ കുറച്ച് കണ്ണുനീരൊക്കെ വരും. ചിവനേ, ഇതിന് ഒടുക്കത്തെ എരി വരുന്നു. നൈസായിട്ട് ഇങ്ങനെ കട്ടന്ന് അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത സവോള നമ്മളിങ്ങനെ കുറച്ച് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട സാധനമായിട്ട് ആദ്യം എടുത്തേക്കുന്നത് ഗ്രാമ്പു, ഏലക്ക, പട്ട. ഓക്കെ, ഇത് കുറച്ച് എടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കാം. കാഷ്യൂനട്ട് കുറച്ചെടുക്കുക. മുന്തിരി, ഉണക്കമുന്തിരി കുറച്ചെടുക്കുക. അതിങ്ങനെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഗ്യാസ് നാണം കെടുത്താതെ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ ഗ്യാസ് ഇങ്ങനെ കത്തി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാത്രം അങ്ങനെ അടുപ്പിൽ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ മിൽമ നെയ്യ്, അത് തുറക്കുമ്പോൾ തന്നെ ഒരു മണമുണ്ട്. അതൊരു 2 ടീസ്പൂൺ അങ്ങനെ നല്ല ടീസ്പൂൺ അങ്ങനെ ഇടുക. നമ്മുടെ ചൂടത്ത് ഇപ്പം ഉരുകൂട്ടാ നോക്കിയോ. ഉരുകി പോന്നു. യെസ്, അതൊരുക്കിയ ശേഷം ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാഷ്യൂനട്ട് നമ്മൾ അതിനെടുത്തിട്ട് നൈസായിട്ടൊന്ന് വറുത്തെടുക്കുക. നെയ്യിൻ്റെ മണവും, അയ്യോ, ഈ അണ്ടിപ്പരിപ്പ് എടുക്കുള്ള മണം ഉണ്ടല്ലോ. അത് നൈസായിട്ട് ഇങ്ങനെ കോരിയിട്ട് നമ്മളൊരു പാത്രത്തിനടുത്ത് വെച്ചു, പ്ലേറ്റിനകത്ത് വെച്ചു. കണ്ടാ, അതിൻ്റെ കളർ കണ്ടാ. ഇപ്പം തന്നെ 2-3 കഴിച്ചെടുത്തു. പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി അതുപോലെ നെയ്യിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. അടിപൊളി. അത് 2 എടുത്ത് മാറ്റി വെച്ചു. പിന്നെ അതേ നെയ്യിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് സവോള അങ്ങിടുക. സവോള ഇട്ടിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇളക്കി കൊടുക്കുക. അടിപൊളി. നമ്മുടെ സവോള ഇങ്ങനെ ബ്രൗണിഷ് ആയിട്ട് വരുന്നുണ്ട്. കണ്ട അടിപൊളി. കിട്ടില്ല സംഭവമല്ലേ. 3ൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കണ്ട. അയ്യോ, ഇത് കാണിക്കുമ്പോൾ തന്നെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി സൈഡിൽ നിന്ന് ഇങ്ങനെ എണ്ണ കുറഞ്ഞു വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരി ഇടുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഓക്കെ, നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുക. എന്നിട്ട് ആ വെള്ളം നമ്മളങ്ങ് കളഞ്ഞു കറക്റ്റായിട്ട് ഊറ്റിയെടുത്ത് വീണ്ടും നമ്മുടെ പാത്രത്തിലേക്ക് നെയ്യൊക്കെ ഇടുക. നല്ല മിൽമ നെയ്യ് ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നെയ്യിൻ്റെ സ്മെല്ല് അധികം പിടിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. സോ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടല്ല, അതിൽ ഏലക്ക, ഗ്രാമ്പു, പിന്നെ നമ്മുടെ പട്ട. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അരിയും വെള്ളത്തിന് കണക്കെന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. നമ്മളിപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം എന്ന കൺസെപ്റ്റിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ച അരി അങ്ങനെ എടുത്തിടുക. കുറച്ചുപ്പ്,
കുറച്ച് ഉപ്പിട്ട ശേഷം ഒരു നാരങ്ങ അങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കുക. വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇളക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, അധികം ഇളക്കാൻ പാടില്ല കേട്ടോ. അധികം ഇളക്കി കഴിഞ്ഞാൽ ഈ അരി അങ്ങ് പൊട്ടി പോകും. അപ്പോൾ അതൊക്കെ ഇളക്കാൻ പാടുള്ളൂ. ഇളക്കിയിട്ട് ഇതെങ്ങനെ അടച്ചു വയ്ക്കുക. ആഹാ, തുറന്നപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് കിടന്നിങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ രണ്ട് ഇളക്കൽ. അതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു വയ്ക്കും. തുറന്നു. നമ്മുടെ നെയ്ച്ചോറ് ഏകദേശം റെഡിയായി വരുന്നുണ്ടാവും. നല്ല മണവും. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്യാം. ഇതിങ്ങനെ എന്നിട്ട് പതുക്കെ നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൽ നിന്ന് വരുന്ന ആവി എൻ്റെ ക്യാമറയിലൊക്കെ മൂടിയിട്ടേ മണം സ്മെല്ലടിച്ചിട്ടാണെങ്കിൽ നിൽക്കാനും വയ്യ. നമ്മുടെ നെയ്ച്ചോറ് ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. കുറച്ച് ഫ്ലെയിം വെച്ച ശേഷം വീണ്ടും കുറച്ച് നേരം അടച്ച് വയ്ക്കാം, ദമ്മില്ലെങ്കിൽ ഇരുന്നോട്ടെ. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം, 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റ് ശേഷം വീണ്ടും തുറക്കാം. റെഡിയാണ്. നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നമ്മൾ ടോപ്പിങ്സ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പ്, നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം ഇടാം. അതിന് മുന്നേ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഗരം മസാല അതിൻ്റെ ടോപ്പിലിങ്ങനെ വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മൾ സവോള വറുത്തത് നെയ്യിൽ വറുത്തെടുത്ത സവോള ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വിതറി വയ്ക്കുക. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, കാഷ്യൂനട്ട് അതിങ്ങനെ വിതറാം. പിന്നെ നമ്മൾ മുന്തിരി, അതും കൂടെ ആകുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ട്. വൈറ്റ് റൈസ്, ഒരു ബ്രൗണിഷ് കളറ്, നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോള. നൈസായിട്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെത്തി എടുക്കുക. കണ്ടോ? പിന്നെ അതിന് കൂടാതെ നമ്മൾ അതിനകത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സലാഡ് മാത്രമല്ല കേട്ടോ, ഇത് നെയ്ച്ചോറ് കഴിക്കുമ്പോൾ നെയ്ച്ചോറ് കോമ്പിനേഷൻ ശരിക്കും നമ്മുടെ ബീഫ് തന്നെ വേണ്ടേ. അപ്പോൾ ബീഫ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നെയ്ച്ചോറിൻ്റെ ഭംഗിയെ നോക്കി നമ്മൾ. അയ്യോ, എന്ത് രസമല്ലേ! ഈ പാചകം ഒരു കലയാണെന്ന് പറയുന്നത് വെറുതെ അല്ല. അതിൻ്റെ കൂടെ നല്ലൊരു ബീഫ് ഫ്രൈ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ? ബീഫ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ബീഫില്ലാണ്ട് അങ്ങനെയാണ് അല്ലേ? എന്നിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് കുറച്ച് സലാഡ്, കുറച്ച് ബീഫ് ഫ്രൈ വേണമെങ്കിൽ ഒരു 4 കഷ്ണം ആവാം, 2 കഷ്ണം പോരാ. അയ്യോ, 2 ബീഫ് ഫ്രൈ, അതിൻ്റെ മുകളിലേക്ക് കുറച്ചിങ്ങനെ ബീഫിൻ്റെ കറി അങ്ങ് ഒഴിക്കുക. ഒഴിച്ച ശേഷം ശരി മക്കളെ, ശരി ഞാൻ ഇന്നാലേ ഇതൊക്കെ ഒന്ന് കഴിച്ചു തീർക്കട്ടെ. ഇനി അധികം പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഓക്കെ.